ഞാൻ എവിടെയാണ് അമ്മച്ചി? നീ ഉറക്കത്തിലെഴുന്നേറ്റ് പോയതാ? എന്റെ കർത്താവ് ഈശോമിശിഹായേ, എന്റെ മോന് എന്ത് പറ്റി? മാമോനെ വന്നിടന്നുറങ്ങ്. വാ. സതീശ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. എടാ ജോയ്, ഞാൻ പറഞ്ഞ അവള് കേൾക്കൂ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിരാ, അവൾ വരും. നീ എന്തിനാണ് പേടിക്കുന്നത്? എടാ ജോയ്, ഞാനൊരു നിത്യബ്രഹ്മചാരിയായി ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? എടാ, നീയും കൂടെ എന്നെ തഴഞ്ഞാൽ ഞാൻ ആരോടെ ഇതൊക്കെ പറയുക? എടാ, ഈ കാര്യം കൊണ്ട് നിന്റെ അപ്പച്ചൻ എന്നെ ഇങ്ങോട്ട് മാറ്റി. ഇനി എന്നെ എങ്ങോട്ടാ മാറ്റാന്ന് കണ്ടു തന്നെ അറിയണം. ഒന്നും സംഭവിക്കില്ല. ഞാൻ ഓഫീസിൽ വരുന്നതും അവളെ കാണുന്നതുമല്ലേ അപ്പച്ചൻ ഒഴിവാക്കാൻ പറ്റൂ. പക്ഷെ എനിക്കൊരിക്കലും അവളെ മറക്കാൻ പറ്റില്ല. അത്ഭുതമായിരിക്കും അച്ചു. രാത്രി ഞാൻ കഥ അടയ്ക്കാൻ നേരം നോക്കുമ്പോ കുരിശ് അവിടെയുണ്ട്. നേരെ വെളുത്തപ്പോ കുരിശ് കാണാനില്ല. ആരെങ്കിലും എടുത്ത് മാറ്റിയിരിക്കും. ആരെടുത്ത് മാറ്റാൻ അച്ചു? ഈ വീട്ടിലുള്ള ആരും ചെയ്യില്ല. എല്ലാവരോടും ഞാൻ ചോദിച്ചു. സാരമില്ല, വിശ്വാസമാണ് ചെറിയച്ഛ പ്രശ്നം. ചെറിയച്ഛന് അതുണ്ടല്ലോ, പിന്നൊരു കുഴപ്പവും ഉണ്ടാവില്ല. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. ഞാൻ ഇറങ്ങട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ലീന ഏതായാലും ഇവിടെ വന്നല്ലോ. സതീശൻ ഇന്നലെയാണ് വന്ന് പറഞ്ഞത്. ഉടനെ പുറപ്പെട്ടു. നോക്കൂ, ഒരു കാര്യം, ഈ വീട്ടിൽ എന്ത് അനുഭവം ഉണ്ടായാലും നീ തളരാൻ പാടില്ല. ഇല്ല, ജോയ് എന്റെ അരികത്തുണ്ടല്ലോ. കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഏത് ചെറുപ്പക്കാരെ വിളിച്ചാലും നേരെ വീട്ടിലോട്ടങ്ങ് കയറി ചെല്ലുമല്ലേ? അമ്മച്ചി, ഞാൻ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പുരുഷനാണ് ജോയ്. ആ സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ വരാൻ തയ്യാറാണ്. അപ്പൊ ഒരുങ്ങി തന്നെയാണ് നീ പുറപ്പെട്ട് വന്നിരിക്കുന്നതല്ലേ? ഞാൻ സ്നേഹിക്കുന്ന ആൾ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയിക്കൊള്ളാം. സ്നേഹിക്കുന്ന ആളല്ലാതെ തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇറങ്ങിപ്പോയിടുന്നത്. അവളെ അങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ ഞാനും കൂടെ പോവും. ഓഹോ, നീ ഇറങ്ങിപ്പോവല്ലേ? അതെ, പോവും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ വിവാഹത്തെ എതിർക്കുന്നു എന്നുള്ളതിന്റെ കാരണം അപ്പച്ചൻ പറയണം. എനിക്കിഷ്ടമല്ല, അത് തന്നെ. അതൊരു കാരണമല്ല അപ്പച്ച, ഒഴിഞ്ഞു മാറലാണ്.
അപ്പച്ചന്റെ അഭിമാനത്തിന് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവളെ വിവാഹം ചെയ്താൽ അപ്പച്ചന്റെ അഭിമാനം എങ്ങനെ തകർന്നു പോകുമെന്ന് എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി. ഇത് നിന്റെ അവസാനത്തെ തീരുമാനമാണ്. ആ അതെ. എങ്കിൽ ഈ വീട്ടിൽ നീ താമസിച്ചുള്ളൂ. ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. എന്തൊക്കെ അസംബന്ധങ്ങളാണ് നിങ്ങൾ അപ്പനും മോനും കൂടെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാനാണോ പെണ്ണെ നീ ഇങ്ങോട്ട് കയറി വന്നത്? ഇല്ല മച്ചി, ഞാൻ ആരുടെയും സമാധാനം നശിപ്പിക്കുന്നില്ല. ഞാൻ പോയേക്കാം. ഇല്ല ജോയി, ജോയി എന്നെ സ്നേഹിക്കുന്നു എന്ന ഓർമ്മ മാത്രം എനിക്ക് മതി. നീ പോവാൻ ഞാൻ അനുവദിക്കില്ല. അവൻ വിളിച്ചു വരുത്തിയിട്ടല്ലേ അവള് വന്നത്. തെറ്റ് നമ്മുടെ മോന്റെ ഭാഗത്താ. വാടാ. എന്റെ പെങ്ങളെ കാണാൻ ഞാൻ സ്നേഹിച്ചത് മകളെയാണ്. എന്റെ പെങ്ങളെ കാണിച്ച് പാലക്കാട് ചത്തുന്ന എല്ലാവരും ചെറിയാച്ചൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. കാരുണ്യവനായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളി സ്ത്രീയായിരുന്നു മറിയ. വേണ്ട മോളെ, ഇതെല്ലാം അമ്മ ചെയ്തോളാം. മോള് പോയി പഠിച്ചു. ഞാൻ അമ്മയൊന്നും സഹായിച്ചില്ലെന്താ? മോളല്ലാതെ അമ്മയെ വേറെ ആരാ സഹായിക്കാനുള്ളത്? അമ്മയ്ക്ക് മോളും മോൾക്ക് അമ്മയുമല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല. എന്നെ എപ്പോഴും എന്റെ മോനെ അമ്മ സഹായിച്ചുകൊണ്ടിരിക്കും. നീ അവിടെ എന്തെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? വീട്ടുജോലി ചെയ്തോ നീ ജോലി ചെയ്താലേ എനിക്ക് ജീവിക്കാനൊക്കെ ഒത്തുള്ളൂ. ഇത്തിരി കള്ളും കുടിക്കാനൊക്കെ. മോളെ സൂക്ഷിച്ച് നടന്നൂടെ? മതിയ, നീ എവിടെ പോയതാ? സെമിത്തേരി വരെ. നീ ചെറുപ്പമാണ്, ജീവിതം ആരംഭിക്കുന്നല്ലേ. എന്റെ ജീവിതമല്ല, എന്റെ മകളുടെ ജീവിതമാണ് എനിക്ക് വലുത്. ഇവളെ നന്നായി വളർത്തണം. അതിനെന്താ, നീ ഇനിയൊരു ഭാര്യയാകുന്നുണ്ട്, തടസ്സമൊന്നുമില്ലല്ലോ. ഇനിയുള്ള ജീവിതം എന്റെ ലീനമോൾക്ക് വേണ്ടി മാത്രമാണ്. ഇവളാണ് എന്റെ സർവസ്വവും. ഇനി മറ്റൊരാളുടെ ഭാര്യയായി എന്റെ മോളുടെ ഭാവി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. വരട്ടെ സാർ. മോളെ, എന്താ മോളെ, എന്ത് പറ്റി? അയ്യോ മോളെ, ചേട്ടാ ചേട്ടാ, അയ്യോ മോളെ.
ഇവിടെ ഇരിക്കുന്നു സാർ. ചേട്ടൻ കള്ളു കുടിച്ചൊരു ബോധമില്ലാതെ കിടക്കുകയാണ്. ദയവായി ഒരു ഡോക്ടറെ വിളിച്ച് കാണിക്കണം സാർ. എന്നെ നമ്മൾ രക്ഷിക്കണം. കരയാതെ നീ വണ്ടി വിട്ടു. പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിപ്പിക്കുന്നു. ആമേൻ. പണത്തിനെന്തും വിലയ്ക്ക് വാങ്ങാവുന്നുള്ള ധാരണ മനസ്സിൽ നിന്ന് മാറ്റണം ചെറിയച്ച. മരണത്തിന് ശേഷവും മകളെ കാത്തു സൂക്ഷിക്കുന്ന ഒരമ്മയുടെ ആത്മാവിന്റെ താല്പര്യത്തിനാണ് ഇവിടെ പ്രാധാന്യം. അച്ഛൻ എന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ചെറിയാച്ച, വെള്ളത്തിന്റെ മീത് നടന്നവനും കുരുടന് കാഴ്ച നൽകിയവനും 5 അപ്പം കൊണ്ട് 5000 തീറ്റിയവനും ലാസർ ഉയർപ്പിച്ചവനും തന്നെ കുരിശിൽ തറച്ച ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനുമായ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കൂ. അവൻ ചെറിയാച്ചനെയും രക്ഷിക്കും. സമാധാനമായി വീട്ടിൽ പോകും. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ മറിയെ വിളിച്ചാൽ നീ അവളെ എനിക്ക് കാണിച്ചു തരണേ. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവനായ രക്ഷക, എന്നെ അനുഗ്രഹിക്കണേ. ആമേൻ.
എന്തിനാണ് എന്നെ വിളിച്ചത്? അച്ഛനെ എനിക്കനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എങ്കിൽ നീ ഇനി മുതൽ ചെറിയച്ഛനെ ശല്യം ചെയ്യരുത്. അയാൾ എന്റെ മകളുടെ ഭാവിക്ക് തടസ്സം നിൽക്കില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യില്ല. മറിയ, വാശി പിടിക്കാതിരിക്കുകയല്ലേ നല്ലത്. അയാൾക്ക് എന്താണ് ഇത്ര വാശി? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അയാൾ നശിപ്പിച്ചു. എന്റെ മകളെ അനാഥയാക്കി. ഇക്കാലം അത്രയും ഞാൻ അവളെ കാത്തു സൂക്ഷിച്ചു. ജോയി അവളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്തിരിയാം. സ്നേഹിക്കുന്നവരെ വേർപിരിക്കാനാണോ അച്ഛനും കൂട്ടുനിൽക്കുന്നത്? എന്താ അച്ഛനൊന്നും പറയാത്തത്? അച്ഛൻ നീതിയുടെ ഭാഗത്ത് നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കൂട്ടിച്ചേർത്തവരെ വേർതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്റെ ദൈവമേ!